പറഞ്ഞല്ലേ വേണ്ടെന്ന്. തീർച്ചയായിട്ടും. ഹലോ, പറയുന്ന പോലെ ആരാണ്? ഹലോ ഹലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ പോയി നോക്കിട്ട് വരാം സാറേ. അവിടെ ഒരു കണക്ഷൻ ഉണ്ട് അവര് തമ്മില്. അതറിയാൻ നിങ്ങളോട് പോയി നോക്കാൻ പറഞ്ഞേ. എന്താ ഇത്? സ്വന്തം മോളെ പോലെ നിന്നെ വളർത്തിയത് എന്റെ മോനെ കൊല്ലാൻ നോക്കിയവന്റെ കൂടെ ഓടിപ്പോയേക്കുന്നു. നിന്നെ ഞാൻ ശബ്ദിക്കരുത്. വേലക്കാരൻ നായ കൂട്ടത്തിൽ നടന്ന് മറ്റേ തന്നെ ഞാൻ ഇവനെ കൊണ്ടുപോ. അവനെ വിശ്വസിക്കില്ല. എന്നെ അടിക്ക്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്നെ വാസി ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്കിൾ. വിക്കിയാണെന്ന്. നിന്റെ അച്ഛൻ ഇട്ടേച്ച് പോയ 2 കോടി 2000 കോടി ആക്കിയവനാ ഞാൻ. അവന്റെ കൂടെ ഓടിപ്പോയിരിക്കുന്നു അല്ലേ? ഞാൻ എന്നെ വെളിവില്ലാത്തവനാന്ന് കരുതി. എന്റെ മോൻ ഇനി ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കില്ല. നോക്ക്, നിന്റെ അവന്റെയും കല്യാണമാ. അതിനു മുമ്പ് നീ എങ്ങോട്ട് ഓടിപ്പാനാ നോക്കുന്നേ? അങ്കിൾ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. വാസിക്ക് അവന്റെ ആൾക്കാർക്ക് ഇപ്പൊ വലിയ പ്രശ്നമാണ്. അവരുടെ താവള ആരോ കയ്യേറാൻ നോക്കുന്നു. സം ബിഗ് കമ്പനി. അങ്കിൾ വേണം അവർക്ക് എന്തെങ്കിലും. ആരോ അല്ല കയ്യേറുന്നത്, നീ. It's you. അതായത് നീ സൈൻ ചെയ്ത് കൊടുത്ത നിന്റെ കമ്പനി, ആ കമ്പനിയുടെ മുതലാളി നീ തന്നെയല്ലേ? അതിന് സൈൻ ചെയ്ത് കൊടുത്ത ഡോക്യുമെന്റ്സ്. ഈ പ്രോജക്റ്റിനായി 2 മാസം അമേരിക്ക ചെലവഴിച്ചത്. സാർ, കാവ്യ മാത്രം കിട്ടിയാൽ മതി. ആ ആദിവാസികൾ ഒന്നും ചെയ്യില്ലെന്നല്ല പറഞ്ഞത്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞില്ല നിങ്ങള്? ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് അവരെവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളെ ചതിക്കുമല്ലായിരുന്നോ? അതിനുവേണ്ടിയാ നിന്നെ ഉന്നം വെച്ച് അവരെ പിടിച്ചത്. മൈക്കിൾ, ഞാൻ കാവ്യം കൊണ്ട് പോവാ. 1 മാസത്തിനകം പ്രോജക്ട് റെഡിയാകണം. ഒന്നിനും ജീവനോടെ വെച്ചേക്ക്. സാർ വേണ്ട, സാർ പറയുന്ന കേക്ക്. കാവ്യനടുത്ത് ഒന്നും ചെയ്യരുത് സാർ. അങ്കിൾ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അങ്കിൾ, stop the car! Uncle! No! Rossi! വേണ്ട കാവ്യ, വേണ്ട. Rossi! വേണ്ട കാവ്യ, ഒന്ന് ചെയ്യരുത് പ്ലീസ്. കാവ്യ, വാസൻ ഒന്ന് ചെയ്യരുത്. അടിച്ച് കൊല്ലടാവണേ. വേണ്ട. വിളിച്ചോണ്ട് പോടാ.
ഞാൻ അവനൊന്നും ചെയ്യത്തില്ല. അവനെ ഞാൻ വിട്ടേക്കാം. നീ വാ. അവനെ നിങ്ങളെ വിട്ടെന്നോ? അവനാണ് നിങ്ങളെ വെറുതെ വിട്ടത്. ഞാൻ പറഞ്ഞോട് മാത്രം. കാവ്യ, ഇതെല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. ഇത് നിന്റെ കമ്പനിയായിരുന്നു കാവ്യ ഇൻഡസ്ട്രീസ്. കാവ്യ ഇൻഡസ്ട്രീസ്, കാവ്യ ഇൻഡസ്ട്രീസ്, അതാണ് നിങ്ങളുടെ ഡ്രീം. കാവ്യ നിങ്ങളല്ലേ? നിങ്ങളുടെ സ്നേഹം, സഹതാപം എല്ലാം മെറ്റീരിയലിസ്റ്റിക്, വെറും പണത്തിന് മാത്രം മതി. നിങ്ങളെ ചേർത്ത പണം ഇൻഡസ്ട്രീസ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എല്ലാം നിങ്ങളെടുത്തോ. എന്നാൽ ഇത് എന്റെ സ്ഥലം. ഇവിടെ ആരൊക്കെ ഉണ്ടാകണം, ആരൊക്കെ ഉണ്ടാകരുതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്താ നീ സംസാരിക്കുന്ന കാവ്യ? ഈ കാട്ടുവാസിയായി ഇവന് വേണ്ടി നീ? അതെ, നിങ്ങളെപ്പോലെ മനുഷ്യരെന്ന് പറഞ്ഞു പണത്തിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും പേരിന് വേണ്ടിയും മറ്റുള്ളവരെ ചതിച്ചും സമ്പാദിച്ചും പണം ഉണ്ടാക്കുന്ന കാടന്മാരെക്കാളും കാട്ടുവാസിയായി ജീവിക്കുന്ന ഈ മനുഷ്യർ എത്രയോ ഭേദമാണ്. നോക്ക്, ഇറ്റ്സ് നോട്ട് എ റിക്വസ്റ്റ്.